മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചരിത്രത്തിലെടുത്ത ഏറ്റവും കടുത്ത നടപടി. ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അധികാരത്തിൻ്റെ നിയമപരമായി ഉപയോഗിക്കാൻ പറ്റുന്ന പണിഷ്മെൻറ്റിൻ്റെ ഏറ്റവും അങ്ങനത്തെ പണിഷ്മെൻ്റ് ആയിരിക്കും. യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇയാൾക്കെതിരെ കർശന നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറെടുക്കുകയാണെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി ഇത്തരം പരിപാടികളുമായി റീച്ച് കൂടാൻ വരാത്ത വിധത്തിലുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും പറഞ്ഞിട്ടുണ്ട്. മീഡിയ വിളിച്ച് ഉപദേശിച്ച് വിടുമ്പോഴും പുറത്തു വന്നിട്ട് എൻ്റെ റീച്ച് കൂടി 10,000 കൂടി. ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഒരു സംസ്കാരം എന്ന് കരുതരുത്. ഇത്തരം ആൻറ്റി സോഷ്യൽസിനെ നമ്മൾ സാമൂഹ്യ വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. ഇതിന് പേര് റീച്ച് കൂടുതൽ കിട്ടിയാലും കുഴപ്പമില്ല. ഇത് കേട്ടിട്ട് റീച്ച് എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ റീച്ച് അവിടെ ഇരിക്കട്ടെ. നിയമലംഘനം നടത്തിയാൽ റീച്ച് കൊണ്ട് വലിയ കാര്യമില്ല. പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് സഞ്ജു ടെക്കിയെ നയിക്കുന്നതെന്നും ഗതാഗത മന്ത്രി പ്രതികരിച്ചു. സഞ്ജു ടെക്കിയുടെ മുൻ യൂട്യൂബ് വീഡിയോകൾ പരിശോധിക്കുമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. വാഹനവുമായി ബന്ധപ്പെട്ട ഇത്തരം വീഡിയോകൾ ഇനിയുമുണ്ടെങ്കിൽ കർശന നടപടിയെടുക്കും. ഭ്രാന്തന്മാർ സമനില തെറ്റി കാണിക്കുന്ന വേലകൾക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുതെന്ന് സഞ്ജു ടെക്കിയുടെ ആരാധകരോട് മന്ത്രി ആവശ്യപ്പെട്ടു. ഇതിലൊരു വിട്ടുവീഴ്ചയില്ല. പിന്നെ അനിയൻ ശുപാർശ ചെയ്ത് കാര്യം സാധിക്കാം എന്ന് വിചാരിക്കേണ്ട. കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം മന്ത്രിമാരാരും ഇത്തരം ശുപാർശകൾക്ക് കേൾക്കുന്നവരല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നാൽ നല്ലത്. അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നേ പറയാനുള്ളൂ. നിർത്തുക. മെഡിക്കൽ കോളേജ് സർവീസിന് വിട്ടാൽ പോലെ രോഗികളെ ആശ്രയിക്കുകയല്ലേ. ഇതുപോലുള്ള ആളുകളെ മെഡിക്കൽ കോളേജിൻ്റെ കക്കൂസ് കഴിയിക്കണം. അതാണ് ചെയ്യേണ്ടത്. അത് അത്രയെങ്കിലും ഒരു ശിക്ഷയാണ്. അല്ലാതെ രോഗിയായി കിടക്കുന്നവരെ സാന്ത്വന ചികിത്സയ്ക്ക് വിടുന്ന അത് കുട്ടികൾ തെറ്ററിയാതെ ചെയ്യുമ്പോഴാണ്. ഇത് അറിയുന്നുണ്ട്. ഇതൊക്കെ ഈ സാന്ത്വന ചികിത്സ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇതൊക്കെ ക്രിമിനൽ നടപടികളാണ്. ക്രിമിനൽ നടപടിക്ക് ക്രിമിനൽ നിയമപ്രകാരമുള്ള ശിക്ഷകൾ തന്നെ വേണം. മുൻപുള്ള ബ്ലോഗുകളെല്ലാം യൂട്യൂബെല്ലാം പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കണ്ടിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൂടെ അയച്ചു തരൂ. തീർച്ചയായിട്ടും ഉപയോഗിക്കും. റീച്ച് കൂടി വരുവാൻ അദ്ദേഹത്തിന് റീച്ച് കൂടട്ടെ എന്ന് ആശംസിക്കുകയാണ്. പണമുള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂൾ പണിതല്ല നീന്തേണ്ടത്, വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ പണിയണം. മോട്ടോർ വാഹന വകുപ്പിനെതിരെയുള്ള വെല്ലുവിളി ഉയർത്തുന്നവർ പഴയ കാലമല്ല ഇത് എന്ന് ഓർക്കണമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. തന്റെ ടാറ്റ സഫാരി കാറിന്റെ നടുവിലെ സീറ്റ് അഴിച്ചുമാറ്റി സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കുകയായിരുന്നു സഞ്ജു ടെക്കി. തുടർന്ന് ഇത് നിരത്തിലൂടെ ഓടിക്കുകയും ചെയ്തു. സഞ്ജുവിനും സുഹൃത്ത് സൂര്യനാരായണനുമെതിരെ MVD നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ്. കാർ പിടിച്ചെടുത്ത് രജിസ്ട്രേഷൻ റദ്ദാക്കിയിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെന്താ നാഷണൽ ജിയോഗ്രാഫിക്കോ? നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.